കുക്കറിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് 1.5 കപ്പ് അരി ബസ്മതി റൈസാണ് കുതിർത്തെടുത്തിട്ടുണ്ട്. 20 മിനിറ്റാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് വേണം, ഒരു ക്യാപ്സിക്കം വേണം, ഒരു സവാളയും അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ. പിന്നെ ഒരു പിടി വെള്ളക്കടല, അതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അത് കുതിർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നെയ്യിലാണ് തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യാകുമ്പോഴത്തേക്ക് ടേസ്റ്റും കൂടും, ഹെൽത്തിയുമാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മൂപ്പിച്ച് കോരി എടുത്തതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയിലാണ് നമ്മളിതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. അതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും 3 കൂടെ ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് മൂപ്പിച്ച് കോരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും സവാളയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിൽ കെമിക്കൽസ് ഒന്നും ചേരുന്നില്ലല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ധൈര്യമായിട്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കാരണം എന്നാൽ ഈ നെയ്യ് എല്ലായിടത്തും ചേരുന്നതുകൊണ്ട് ഒരിക്കലും ഇത് ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് അതിൽ കൂടെ തന്നെ ഈ കടലയും കൂടെ ഒന്ന് യോജിപ്പിക്കുക. അതും ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന വെള്ളം, 1.5 കപ്പ് വെള്ളം ഉപ്പിട്ട് ലയിപ്പിച്ചതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അതിനെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 2 ഏലക്ക ഒന്ന് പിളർന്നിട്ട് കൊടുക്കുക. 1 നുള്ളു പെരുംജീരകവും. പിന്നെ ഇതിനകത്ത് മസാല, ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ടിട്ടില്ലേ. ഇനി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേൾപ്പിക്കുന്നതുവരെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അതാ ചുണ്ടിൽ ചോറ് വെന്ത് ഈ പരുവായിട്ടുണ്ടാകും. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിയുമാണ്. ഇനി അതിലേക്ക് ഒരു 25 കുരുമുളകോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എരിവ് എല്ലാവർക്കും വേണം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മുഴുവൻ കുരുമുളക് ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും മുന്തിരിയും മല്ലിയിലയും അണ്ടിപ്പരിപ്പും എല്ലാം അതിലിട്ടതിന് ശേഷം മുഴുവനായിട്ട് ഇളക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എസൻസ് ഈ ചൂടോടെ തന്നെ അതിലെല്ലാം പിടിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.